ഫുഡ് റെഡി ആക്കി കേട്ടാ. നേരെ ഇതും കഴിച്ചിട്ട് പോകണം. ഫോട്ടോ അയച്ചു കൊടുക്കാണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്, എല്ലാം ഉണ്ട്. ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഇത് തന്നെ. നല്ല വിശക്കണം ഏട്ടായിട്ടിരിക്കണം ഏട്ടാ. ഓ നല്ല പെരുത്ത് കൂട്ടണം. ഇവിടെ നിന്ന് നോക്കും, ഇവിടെ നിന്ന് അടുത്ത് വിളിച്ചു പറയുമ്പോൾ അവിടെ നിന്ന് ചെയ്യും. അയ്യോ ഒട്ടായി, എനിക്കെന്നെ തലവേദനിക്കും. ഇത് 3 മീറ്റർ കയറില്ലെന്ന് പറഞ്ഞ് അവനെ വിളിച്ചിട്ട് അവനും കോള് പോകണില്ല. ഇപ്പോൾ എനിക്കും ഭ്രാന്താണ്. ഇത് കാരണം ഒന്നും നോക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് നോക്കി എൻ്റെ തലവേദനിക്കും. അയ്യോ എന്തു പറയാനാ. 2-3 ദിവസം ഇങ്ങനെ റെഡി ആവണവരെ ഇനി ഇങ്ങനെ തന്നെ. അത് പ്രശ്നമാണല്ലോ. വിളിക്കുമ്പോൾ കോൾ എടുത്തില്ലെങ്കിൽ ഭയങ്കര തലവേദനയാണ്. ഓവർഫ്ലോ ആയ എല്ലാം എൻ്റെ അവൻ്റെ മണ്ടയിൽ വരും. എൻ്റെ ഉത്തരവാദിത്വം വിളിച്ച് പറയാനാണ്. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എനിക്കെല്ലാം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡ്യൂട്ടി കഴിഞ്ഞ് എന്ത് ചെയ്യാനാ, നല്ല ലേറ്റായി. ഒന്നും ചെയ്യാൻ പറ്റില്ല ഏട്ടാ. എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നവരുന്നു. 15 ഇടവിട്ട് എൻ്റെ കുണം മാറിക്കൊണ്ടിരിക്കും. ഓ എന്ന് പറഞ്ഞാൽ നേരെ പോയി മൊബൈലൊക്കെ ചാർജ് ഇട്ടൊന്ന് സെറ്റാക്കണം. ഓക്കെ, പിന്നെ ഫുഡും ഉണ്ടാക്കണം. ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഏകദേശം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അരിയൊക്കെ ഞാൻ കഴുകി വെച്ച്, നേരത്തെ കഴുകി വെച്ച്. അപ്പോഴേ ഉണ്ടാക്കിയിട്ട് ഈ സമയത്ത് വന്ന് കിടന്നുറങ്ങേണ്ട ഒരു പ്ലാനായിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ അവിടെ നനങ്ങാനേ പറ്റുന്നില്ല. വീഡിയോ പോലും എടുത്തിട്ടില്ല. കാരണം 15 മിനിറ്റ് കൊണ്ട് ഓണാക്കണം ഓഫാക്കണം. അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഒന്നും പറയണ്ട. കേട്ടാ, കഴിച്ചിട്ട് റൈസ് വെച്ചിട്ടുണ്ട്. കറി റെഡിയാക്കി കിടന്നുറങ്ങണം. നല്ല ഉറക്കം പറഞ്ഞു. എല്ലാം ഉണ്ടാക്കി കേട്ടോ. കറിക്കുള്ള റെഡിയാകണം. ഇതൊന്നും ഉണ്ടാക്കിയതിന് ശേഷം വേണം കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങാൻ. ശകലേ കഴിക്കുള്ളൂ. ഇത് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് ഒന്ന് തൃപ്തി വരുത്താൻ. അതെ, ഓക്കെയാണ് കേട്ടോ. സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ. ചെന്ന് അവിടെ ഇരിക്കണം. കാരണം കൺട്രോൾ ഇവിടെയാ. ഇനിയിപ്പോൾ ഒന്ന് കുളിച്ച് റെഡി ആവട്ടെ. നേരെ ഡ്യൂട്ടി കയറി സമയം കേട്ടോ. ഞാൻ അങ്ങനെയെങ്കിലും വല്ല നല്ല കാര്യമൊക്കെ ചെയ്തിട്ട്. വർക്ക് കൂടുതലാട്ടോ. ഞാൻ പോയെല്ലാം നോക്കട്ടെ. മനസ്സിലായില്ല, ഇതാണ് ഡ്യൂട്ടി കയറി. എന്തു പറയാനാ, നല്ല സൺസെറ്റ്. ഇനി അശ്വതിനൊന്നും കിട്ടൂല. അതുകൊണ്ടാണ് കേട്ടോ. അനാലിസിങ് ഒന്നും നടക്കൂല. കാരണം ഭയങ്കര പ്രഷറാ. എനിക്കത് നോക്കിക്കൊണ്ടിരിക്കണം. മറ്റേ ശ്രദ്ധിക്കേണ്ട സമയമേ കിട്ടൂല. അതിൻ്റെ ഇടയിൽ കൂടി ഇത് നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കൂല. തല വർക്കാവൂല. ഈ സമയത്തൊക്കെ വീഡിയോ എനിക്ക് നല്ല ചെറുതായിരിക്കും. കാരണം വേറെ ഒന്നും ചെയ്യണില്ലല്ലോ. അതിലൊന്നും നോക്കിക്കൊണ്ടിരിക്കണ അല്ലാതെ. മറ്റാകുമ്പോൾ അനാലിസിസ് എങ്കിലും ഇടുമായിരുന്നു. കൺട്രോൾ എൻ്റെ കയ്യിലാണ് കേട്ടോ. ഇത് ഇത്തിരി തലവേദന ഗ്യാസാണ് കേട്ടോ. കൂടിയും കുറഞ്ഞും കളിക്കുമ്പോൾ പ്രാന്തായി കളയും. ചെയ്യാം, വേറെ എല്ലാ പരിപാടിയില്ലല്ലോ. അത് തന്നെ പണി. 2-3 ദിവസത്തേക്ക് ഇത് തന്നെ. അയ്യോ, എന്താ ഫോട്ടോ ഒക്കെ എടുത്തോ സെറ്റാക്കണം. ഇതിനും കുഴപ്പമില്ല കേട്ടോ, സെറ്റാണ്. നല്ല ടീം വന്നെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഫുള്ള് ക്ലീൻ ആക്കി ഇട്ടിരിക്കുക. ഫുള്ള് ക്ലീനാണ് ഇവിടെ. ഏത് ടീം വന്നാണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. നല്ല ക്ലീനായിട്ട് ഇറക്കിയ. ഇനി എല്ലാം പോയി ഒന്ന് മീറ്ററിൻ്റെ ഒക്കെ ഫോട്ടോ എടുത്ത് സെറ്റാക്കണം ഇനി. കാരണം അവിടെ ചെന്ന് കറക്റ്റ് നോക്കേണ്ടതാണ്. ഇപ്പം ലെവൽ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നു. അതിന് മുമ്പ് എല്ലാം പോയി വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് മീറ്ററിൻ്റെ ഒക്കെ ഫോട്ടോ എടുത്ത് സെറ്റായിട്ട് പോകണം. ഇനിയിപ്പോൾ കോളും വരും. അതിന് മുമ്പ് എല്ലാം പോയി സെറ്റ് ആയിട്ട് മീറ്ററിൻ്റെ ഫോട്ടോ കൂടെ എടുത്തിന് സെറ്റാക്കി മതി കേട്ടോ. ബാക്കിയെല്ലാം എടുത്ത് ഓക്കെയാണ്. എല്ലാവരും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. റേഡിയൻ ഫുൾ എഴുതി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അത് നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. കമ്പ്യൂട്ടറാ. ബാക്കി കുഴപ്പമില്ല. ബാക്കിയെല്ലാം സെറ്റാണ്. കുഴപ്പമില്ലാതെ പോകണുണ്ട്.
മനസ്സിലല്ല അതാണ്. എല്ലാം നോക്കി വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം, പിന്നെ എഡിറ്റും ചെയ്തിരിക്കണം. അപ്പൊ എഡിറ്റ് കുറച്ച് കണ്ടേ ചെയ്യുള്ളൂ, ഇപ്പൊ ചെയ്യൂല, കുറച്ച് കണ്ടേ ചെയ്യുള്ളൂ. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. വീഡിയോ നല്ല ചെറുതായിരിക്കും കേട്ടാ, 4 മിനിറ്റാ 3 മിനിറ്റാ കാണുള്ളൂ. കാരണം ഒന്നും ചെയ്തില്ലല്ലോ, തന്നെ ചുമ്മാ ഇരിക്കുകയായിരുന്നു. ഇനി ഇപ്പോഴും ചുമ്മാ ഇരിക്കാൻ പറ്റില്ല, അതും നോക്കണം. അതും നോക്ക്, എഡിറ്റിങ് ചെയ്ത് കളിക്കുമ്പോൾ കളിക്കാനും പറ്റൂല, അനാലിസിസ് ചെയ്യാൻ പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ജോലി ഒന്നും അങ്ങനെയല്ല, നമുക്ക് ഇങ്ങനെ വരുമ്പോഴേ ഉള്ളൂ കേട്ടോ, അല്ലാതെ കുറവാണ്. ശരി എന്നാൽ.